പാകിസ്ഥാൻ സൈനിക മേധാവി ആസിഫ് മുനീർ വാഷിംഗ്ടണിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. സകലവിധ പ്രോട്ടോകോളും ലംഘിച്ചാണ് ട്രംപ് ആസിഫ് മുനീറുമായി ചർച്ച നടത്തിയത്. ഇറാനെ ആക്രമിക്കുവാൻ, കരമാർഗം ആക്രമിക്കുവാനും വ്യോമമാർഗം ആക്രമിക്കുവാനും അമേരിക്ക പാകിസ്ഥാനെ ഉപയോഗിക്കുമെന്നാണ് ട്രംപ് ആസിഫ് മുനീറിനോട് വ്യക്തമാക്കിയത്. അതുകൂടാതെ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബോംബുകൾ ഒരു കാരണവശാലും ഇറാന് നൽകരുത് എന്നും ശക്തമായ താക്കീത് ട്രംപ് ആസിഫ് മുനീറിന് നൽകിയിട്ടുണ്ട്. ആസിഫ് മുനീർ പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല എന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് വിമാനങ്ങൾ ഇന്ത്യയുമായി സംഘർഷം വരുമ്പോൾ ഉപയോഗിക്കാനുള്ള നല്ല കുറച്ച് വിമാനങ്ങൾ നൽകണമേ എന്നാണ് ആസിഫ് മുനീർ ട്രംപിനോട് അപേക്ഷിച്ചിട്ടുള്ളത്. കൂടാതെ പണ്ട് അമേരിക്ക നൽകിയിട്ടുള്ള F-16 യുദ്ധവിമാനങ്ങൾക്ക് സ്പെയർ പാർട്സുകൾ നൽകണമേ എന്നും ആസിഫ് മുനീർ ട്രംപിനോട് അപേക്ഷിച്ചിട്ടുണ്ട്. ഇതിന് ട്രംപ് കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ലെങ്കിലും പരിഗണിക്കാമെന്നാണ് ആസിഫ് മുനീറിനോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പാകിസ്ഥാനി മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും അമേരിക്ക നേരിട്ടല്ലെങ്കിൽ പോലും ഇസ്രായേലിന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ നൽകി ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രമായ ഫർഡോ ആക്രമിക്കുമെന്ന് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളും വരുന്നത്. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ നിലവിൽ ഉപയോഗിക്കുന്ന ഏകരാജ്യം, നിർമ്മിക്കുന്ന ഏകരാജ്യം അമേരിക്കയാണ്. അമേരിക്ക ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രായേലിന് നൽകുമെന്നാണ്, അല്ലെങ്കിൽ അമേരിക്ക തന്നെ ഈ ബോംബുകൾ ഇറാന് മേലെ വർഷിക്കുമെന്നാണ് ഇറാൻ ഭീതിപ്പെടുന്നത്. ഇതിനിടയിൽ അയത്തുള്ള ഹുമൈനിയോട് കീഴടങ്ങുവാനായി അമേരിക്ക വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹുമൈനി ഈ ആവശ്യം നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ട്രംപ് ആസിഫ് മുനീറിനെ വാഷിംഗ്ടണിൽ വിളിച്ച് ചർച്ചകൾ നടത്തിയത്. ഏതായാലും അമേരിക്കയ്ക്ക് വേണ്ടി എന്തും ചെയ്തിട്ടുള്ള പാകിസ്ഥാൻ്റെ ഭൂമി അയൽ രാജ്യമായ ഇറാനെ ആക്രമിക്കുവാൻ നൽകുമെന്ന് തന്നെയാണ് മിലിറ്ററി വൃത്തങ്ങൾ പറയുന്നത്.